ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടിഫുൾ സോൾസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലോട്ട് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ട് കളയുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയുടെ സ്റ്റാറ്റസാണ്. എന്തൊക്കെയാണ് കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ആദ്യം കിട്ടിയിരിക്കുന്നത് പാരഡൈസ്, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് മാസ്ക്, മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ക്യാമറ. ഓക്കെ, പാരഡൈസ് എന്ന് പറയുമ്പോൾ എ പെർഫെക്റ്റ് ഓർ ഐഡിയൽ പ്ലേസ്, എ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് എന്നൊക്കെ പറയാം, സന്തോഷാവസ്ഥയാണ്. മാസ്ക് എന്ന് പറയുമ്പോൾ ഒരു മുഖം മൂടി, യാഥാർത്ഥ്യം മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലായത്. ക്യാമറ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം, നിമിഷങ്ങൾ പകർത്തൽ. ഓക്കെ, ഇവിടെ മുഖം മൂടിയുമുണ്ട്, യാഥാർത്ഥ്യവുമുണ്ട്. യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അതാണ് ഒറക്കിൾ കാർഡിൻ്റെ റീഡിംഗ്. നമുക്കിനി ടാരോട്സ് കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, എനിക്കിതിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൽ എനർജി, പെൻഡക്കിൾസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അടുത്ത കാർഡ് 4 ഓഫ് പെൻഡക്കിൾസ്, വീണ്ടും പെൻഡക്കിൾസ്. വാട്ട് ഈസ് നെക്സ്റ്റ്? Ace of Pentacles. Okay, Knight of Pentacles, 4 of Pentacles, Ace of Pentacles. അടുത്ത് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, വേറെ സോഡ്സ് ഉണ്ടോ? ഇല്ല, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഡെത്ത് കാർഡ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പം ഡെത്ത് ആൻഡ് റീബർത്താണ്. ഓക്കെ, ചില കാര്യങ്ങൾ ഡെത്ത് ആവുമ്പം നമുക്ക് വേറെ ചില കാര്യങ്ങൾ ബിഗിനിങ് ഓഫ് സംതിങ് ആണ്. ചില കാര്യങ്ങൾ എൻഡ് ആവുമ്പം ചില കാര്യങ്ങൾ ബിഗിൻ ചെയ്യും. ഡെത്ത് ആൻഡ് റീബർത്താണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഓക്കെ ദ സൺ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, സൺ എനർജി വന്നിട്ട് വീണ്ടും വന്നത് 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, 10ാമത്തെ കാർഡ് ദ എംപറർ ആണ്. 10ാമത്തെ കാർഡ് എംപറർ ആണ്, നിങ്ങൾക്കത് കാണാൻ വയ്യ, എന്നാലും അത് എംപറർ ആണ്. ലാസ്റ്റ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കാർഡുകൾ. ഓക്കെ, അപ്പോൾ ഇതിലെ കാർഡുകൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു തീവ്രമായ മാറ്റത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ്. പഴയ രീതികൾ പലതും തകർന്ന് വീഴുന്നു, പുതിയ അവസരങ്ങൾ ഉയർന്നു വരുന്നു. അതാണ് ഈ കാർഡുകൾ പറയുന്നത്. നല്ല രീതിയിൽ ഉത്കണ്ഠയുണ്ട്, ആവേശമുണ്ട്, ഇത് കലർന്ന ഒരു മിശ്രിതം പോലെ. പക്ഷേ അവസാനം വിജയം, പ്രകാശം എന്നിവ ഉണ്ടാകും ജീവിതത്തിൽ എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഓരോ കാർഡുകളിലൂടെ പോകാം. ഓക്കെ,
ഇവിടെ ആദ്യം തന്നെ ഈ ബന്ധത്തിൽ ഒരു സ്ഥിരത, വിശ്വസനീയത, ഒരു പ്രാക്ടിക്കൽ ചിന്താഗതി എന്നിവയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിന്താഗതിയോടുകൂടി ആദ്യം തന്നെ ഇവിടെ കാണുന്നത് പെൻഡക്കിൾസ് ആണ്. അതായത് ഇതിൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്, 4 ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്, ഏസ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്, പിന്നെ സോഡ്സ് ഉണ്ട്, പേജ് ഓഫ് സോഡ്സ് ഉണ്ട്, 9 ഓഫ് സോഡ്സ് ഉണ്ട്, 10 ഓഫ് സോഡ്സ് ഉണ്ട്, ഡെത്ത് കാർഡുണ്ട്, ദ സൺ കാർഡുണ്ട്, ദ എംപറർ ഉണ്ട്, വാൺസുകളുണ്ട്, പിന്നെ കുറച്ച്. ഇതിൽ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരാൾ, എനിക്ക് തോന്നുന്നു മെയിൽ എനർജി ആയിട്ട് ഇതിൽ ആരാണോ നിൽക്കുന്നത്, ഫീമെയിൽസിന് മെയിൽ എനർജി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നത് ഇതിലൊരാൾ വളരെ കാര്യമായി എന്തോ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. പ്യുവർലി മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മെറ്റീരിയൽ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മണി. ഓക്കെ, ആ ആൾ കംപ്ലീറ്റ് ആയിട്ട് അതിലാണ് ഫോക്കസ്. ബാക്കിയുള്ളതൊന്നും ഓർമ്മിക്കുന്നു പോലുമില്ല. വളരെ വേഗം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നാണ് ആഗ്രഹം. പെട്ടെന്ന് എനിക്ക് സമയമില്ല എന്നൊരു ഫീലിംഗാണ് ആ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു ഫെമിനൈൻ എനർജി ആണുങ്ങൾക്കും ഫെമിനൈൻ എനർജി വരാം. ആരാണോ കാത്തിരിക്കുന്നത് അവരാണ് ഇവിടുത്തെ ഫെമിനൈൻ എനർജി. ഇവിടുത്തെ ഫെമിനൈൻ എനർജി ഒരു 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ കുറച്ച് കാശ് ആ ആളിങ്ങനെ അടക്കി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളി പോയ വഴിയെ നോക്കിയിരിക്കുന്നുമുണ്ട്. എനിക്ക് മനസ്സിലായത് ആ മെറ്റീരിയൽ തിങ്സ്, അവരുടെ കയ്യിലുള്ള കാശ് അവർ മറ്റേ ആൾക്ക് കൊടുക്കാൻ തയ്യാറല്ല. അത് എൻ്റെയാണ് എന്നൊരു ഫീലിങ്സാണ് ആ മുഖത്ത്. എന്തോ കാര്യങ്ങൾ കൊണ്ട് ഈ ആളിൻ്റെ കയ്യിലിരിക്കുന്ന പാർട്ട്ണറിന് കൊടുക്കാൻ തയ്യാറല്ല. ഇവരുടെ കുറച്ച് കാശുണ്ട്, പക്ഷെ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ കാശായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആളിൻ്റെ ഓർമ്മകളായിരിക്കും. എന്നായിരുന്നാലും ഇതിലൊരു ആൾ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കാശായിട്ടാണ് മനസ്സിലായത്, കയ്യിലിരിക്കുന്ന കുറേ കാശ് കാണും. അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ഓക്കെ, അവിടെ യാത്ര പോയ ആളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ന്യൂ ബിഗിനിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മണി ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ജോലികൾ ചെയ്യുന്നതിനിടയിലും ആൾ ഒരു കമ്മ്യൂണിക്കേഷന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മറ്റേ ആളിൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ മെയിൽ എനർജി അല്ലെങ്കിൽ ആ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് അടിസ്ഥാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആൾ നിങ്ങളെക്കുറിച്ച്, മറ്റേ ആളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളാണോ ആരാണോ ഓർക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതേസമയം ഇവിടെ മറ്റേ ആളിൻ്റെ എന്ന് വെച്ചാൽ കാത്തിരിക്കുന്നില്ലേ, ആളിൻ്റെ എനർജി എന്ന് വെച്ചാൽ 9 ഓഫ് സോഡ്സ് ആണ്. രാത്രി ഒന്നും ഉറക്കമില്ല, ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പേടിയുണ്ട്, ആൻസൈറ്റി ഉണ്ട്. ഓക്കെ, പോയ ആളിനെ കുറിച്ച് ചിന്തിച്ച് വളരെയധികം ഭയപ്പെടുന്നുണ്ട്. എന്താവും എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധം ഡെത്തായോ എന്ന് വരെയും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. 10 ഓഫ് സോഡ്സ് വളരെയധികം സങ്കടത്തിലാണ്. ഓക്കെ, ദ സൺ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം പുള്ളി ഒരു എംപറർ എനർജിയിലാണിപ്പോൾ. അതായത് ഇമോഷൻസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓർമ്മയുണ്ട്, മെസ്സേജ് വരുമോ എന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ആൾ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യങ്ങളെല്ലാം ലോജിക്കായിട്ട് മാത്രം കണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതി. ഒരു ഇമോഷണൽ തോട്ട് വരുമ്പോൾ അത് ഉടനെ ഒരു ലോജിക്കൽ ചിന്ത കൊണ്ട് മറികടക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് വാൺസും പുതിയ തുടക്കങ്ങളാണ്. നിങ്ങളുടെ അഫെയറിലായിരുന്നാലും അല്ലെങ്കിൽ ഈ ബന്ധത്തിലായിരുന്നാലും റിലേഷൻഷിപ്പിലായിരുന്നാലും പുതിയ വഴികളുണ്ടാകും മുന്നോട്ട് പോകുമ്പോൾ.
പുതിയ വഴികൾ തുറക്കുമെന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങളുണ്ടാകും ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട്. ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഹയർ സെൽഫിലോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ ടാരോട്ട്സ് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ലിയോ, വിർഗോ, സാജിറ്റാരിയസ്, കാപ്രിക്കോൺ, ജെമിനി, എക്വേറിയസ്, സ്കോർപ്പിയോ എന്നിവയാണ്. അതുമാത്രമല്ല ഇതൊരു തേർഡ് പാർട്ടി ഒന്നുമില്ലാത്ത ഒരു റീഡിംഗ് ആണ്. ഒരു ബന്ധം പരസ്പരം പണ്ടത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വളരെ കുറഞ്ഞു പോയ ഒരു ബന്ധമാണിത്. അതുമൂലം വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. അവർക്കുള്ള റീഡിംഗ് ആണിത്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ ഇത് റെസനേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.